ഹലോ, നമസ്കാരം. നമുക്കിന്ന് ഒരു കഥയായാലോ? കഥ കേൾക്കാനും പുറകിൽ കുറച്ച് പേര് ഇരിപ്പുണ്ട്. അതിലൊരു കുഞ്ഞി ചേച്ചിയുണ്ട്. നമുക്ക് മുത്തശ്ശിമാർ കഥ പറയുന്ന പോലെ ലളിതമായ ഭാഷയിൽ, ആംഗ്യ ഭാഷയിൽ, ശബ്ദത്തൊക്കെ മോഡുലേഷൻ ചെയ്ത് കുട്ടികളുടെ കണ്ണുകൾ നിറയെ കുസൃതിയും നിറയെ ആകാംക്ഷയും ഒക്കെ നിറയുന്ന രീതിയിൽ അവർക്കൊരു കൗതുകം വരണം, അവരുടെ മുഖത്ത് ചിരി, ആകാംക്ഷയൊക്കെ വരുന്ന രീതിയിൽ പണ്ടൊക്കെ മുത്തശ്ശിമാർ അങ്ങനെ കഥ പറഞ്ഞു കൊടുത്തിരുന്നത്. നമുക്കും ഒന്ന് പറഞ്ഞു നോക്കിയാലോ? ഏത് കഥ വേണം? മൃഗങ്ങളുടെ കഥയായാലോ? കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ? നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമല്ലേ? ആണ്. അങ്ങനെ നമുക്ക് കഥ തുടങ്ങാം. പണ്ട് കാലത്തൊക്കെ കൂട്ടുകുടുംബമായിരുന്നു. അന്നൊക്കെ മുത്തശ്ശിമാരാണ് കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുത്ത് ചോറ് വാരിക്കൊടുത്ത് അവരെ ഉറക്കിയിരുന്നത്. അച്ഛനും അമ്മയ്ക്കൊക്കെ പണിയുണ്ടാവും ധാരാളം. ഇന്ന് പക്ഷേ അങ്ങനത്തെ സമ്പ്രദായങ്ങളൊക്കെ മാറി. ജോലി കിട്ടുന്നത് നഗരങ്ങളിലായി, അവർ ഫ്ലാറ്റുകളിലായി, അങ്ങനെ അണുകുടുംബമായി. അച്ഛനും അമ്മയ്ക്കൊന്നും അങ്ങനെ കഥയൊന്നും പറഞ്ഞു കൊടുക്കാൻ സമയം കിട്ടാറില്ലായിരിക്കാം. കിട്ടുകയാണെങ്കിൽ ആ കുട്ടികൾ ഭാഗ്യവാന്മാരാണെന്ന് ഞാൻ പറയാം. പക്ഷെ നമുക്കിങ്ങനെയൊക്കെ വീഡിയോയിലൂടെ ഓഡിയോയിലൂടെയൊക്കെ കുട്ടികൾക്ക് കേൾക്കാമല്ലോ. അപ്പോൾ നമുക്ക് പണ്ടത്തെ പോലെ മുത്തശ്ശിമാർ പറയുന്ന പോലെ ഒരു കഥയോ പറഞ്ഞാലോ? മൃഗങ്ങളുടെ കഥയാവാം. അതും നമുക്ക് കാട്ടിലെ രാജാവിൻ്റെ കഥയായാലോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ആരാ കാട്ടിലെ രാജാവ്? സിംഹം. ഒരിക്കൽ സിംഹം വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് ഒരു ഇഞ്ച് സ്ഥലമില്ല. സിംഹത്തിന് അങ്ങ് ഉറക്കം വന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ളൊരു സന്ദർഭത്തിൽ ഒരു വലിയ വൃക്ഷത്തിൻ്റെ ചൂട് തിരഞ്ഞെടുത്ത് തണലത്ത് സിംഹത്താൻ കിടന്ന് ഉറങ്ങി. സുഖനിദ്ര. ആ സമയത്ത് സിംഹത്തിൻ്റെ മേൽ ആരോ ചാടിക്കളിക്കുന്നു. സിംഹം കണ്ണ് തുറന്ന് കണ്ട് എഴുന്നേറ്റു. ആരെവിടെ എന്ന് ചോദിച്ചു. അപ്പോൾ സിംഹം കണ്ടു, ഒരു കുഞ്ഞനെലിയാണ് ചാടിയത്. അപ്പോൾ സിംഹത്തെ ഉറക്കം വന്നിട്ട് വയ്യായിരുന്നു. സിംഹം വിചാരിച്ചു, സാരല്ല, ചെറിയ എലിക്കുട്ടിയല്ലേ, പോട്ടെ, ഇനി ചെയ്യില്ലായിരിക്കും എന്ന് വിചാരിച്ചു. സിംഹം പിന്നെയും കണ്ണടച്ച് കിടന്നുറങ്ങി, കൂർക്കം വലിച്ച് കിടന്നുറങ്ങി. അപ്പോഴുണ്ടടാ, പിന്നെയും സിംഹത്താനെ ശല്യം ചെയ്യാൻ വേണ്ടി കുഞ്ഞനെല്ലി വന്നിരിക്കുന്നു. സിംഹത്തിൻ്റെ തലയിലും സിംഹത്തിൻ്റെ ചെവിയിലും വയറിലും വാലിലും ഒക്കെ അങ്ങ് ചാടിക്കളിച്ചു. പിന്നെ സിംഹത്തിന് സങ്കടം സഹിക്കാൻ വയ്യ, ദേഷ്യം വന്നിട്ട് വയ്യ. എൻ്റെ ഉറക്കത്തിന് ഭംഗം വരുത്തിയത് ആരാണ് ഇവിടെ എന്ന് ചോദിക്കലും കുഞ്ഞലീനെ പിടിച്ച് കഴുത്ത് പിടിച്ച് ഉയർത്തി പിടിച്ചിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ ഇപ്പം തന്നെ കൊല്ലാൻ പോവാണ്, എൻ്റെ ഉറക്കത്തിന് തടസ്സം നിന്നതാണ് നീ എന്ന് പറഞ്ഞു. കുഞ്ഞലി സങ്കടത്തോടെ പറഞ്ഞു, എന്നോട് പൊറുക്കണം, ഞാൻ ചെറുതല്ലേ, പാവമല്ലേ, അറിയാതെ പറ്റിപ്പോയതാ. രാജാവിനെ ഞാൻ എപ്പോഴെങ്കിലും സഹായിക്കാം, എന്നെ വീടുകയാണെങ്കിൽ എന്നെ ഒന്ന് വീട്ടു എന്ന് ചോദിച്ചു. സിംഹത്തിനൊരു പാവം തോന്നി. നല്ല സിംഹമായിരുന്നു, കാട്ടിലെ മൃഗങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട രാജാവായിരുന്നു ആ സിംഹം. അപ്പോൾ സിംഹം പറഞ്ഞു, ശരി, നീ സഹായിക്കുന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കിറില്ല, ഈ കുഞ്ഞനെലിക്ക് എന്നെ എങ്ങനെ സഹായിക്കാൻ പറ്റും, അതുകൊണ്ട് അതൊന്നും നീ നോക്കണ്ട, പക്ഷെ നിന്നെ ഞാൻ വിട്ടിരിക്കുന്നു, ഇനി ഈ പരിസരത്ത് കണ്ടുപോകരുത്. കുഞ്ഞനെലിക്ക് സന്തോഷമായി. കുഞ്ഞനെലി അവിടെ നിന്ന് ജീവനും കൊണ്ടോടി. സിംഹം പിന്നെയും കിടന്നുറങ്ങി. കുറേ നാളുകൾക്ക് ശേഷം കുഞ്ഞനെലി ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുകയാണ്, പരതി നടക്കുകയാണ്, എവിടെ നിന്നാണ് ഭക്ഷണം കിട്ടാന്നറിയാതെ. അങ്ങനെ ഇരിക്കെ ഒരു വലിയൊരു അലർച്ച കേട്ടു കുഞ്ഞനെലി, ഭയങ്കര ശബ്ദം. കുഞ്ഞനെലി ഇങ്ങനെ കാതിങ്ങനെ വെച്ച് ശ്രദ്ധിച്ചു നിന്നപ്പോൾ തോന്നി, ഓ, ഇതൊരു സിംഹത്തിൻ്റെ കരച്ചിലല്ലേ, ഓ, ഈ സിംഹത്തെ അല്ലേ എന്നെ രക്ഷിച്ചത്, എന്നെ കൊല്ലാതെ വിട്ടത്, ഒന്ന് ചെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് കുഞ്ഞനെലി അവിടെ നിന്ന് ഈ അലർച്ച കേട്ട ഭാഗത്തേക്ക് ഇങ്ങോട്ട് ഓടിപ്പോയി. അവിടെ ചെന്നപ്പോൾ എന്താ കുഞ്ഞനെലി കാണേണ്ട കാഴ്ച? എന്താണ്? വേടൻ വെച്ച കെണിയിൽ പെട്ടുകിടക്കുന്ന സിംഹം. സിംഹത്തിൻ്റെ മുകളിൽ മുഴുവൻ വലയാണ്. ആ വലയുടെ ഉള്ളിൽ നിന്ന് സിംഹത്തിന് പുറത്ത് കടക്കാൻ പറ്റുന്നില്ല. എന്നെ രക്ഷിക്കൂ എന്നുള്ള പോലെ സിംഹം ഭയങ്കര സങ്കടത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എലി സിംഹത്തിൻ്റെ മുന്നിൽ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ രക്ഷിക്കാം. അപ്പോൾ സിംഹത്തിന് ദേഷ്യം വന്നു, നിനക്ക് എങ്ങനെ എന്നെ സഹായിക്കാൻ പറ്റും, നീ പോയി വലിയ ബലവാനായ വലിയ മൃഗങ്ങളെ വിളിച്ചു കൊണ്ടുവരും.
അപ്പോൾ കുഞ്ഞനല്ലി പറഞ്ഞു, ഇല്ല രാജൻ, ഞാൻ തന്നെ രക്ഷിക്കാം, ഇപ്പോൾ അവിടുത്തെ രക്ഷിക്കാം എന്ന് പറഞ്ഞ് കുഞ്ഞമ്പല്ലുകൾ കൊണ്ട് അതങ്ങ് കടിച്ച് വലിയ ദ്വാരാക്കി അതിൽ കൂടെ സിംഹം പുറത്തു കിടന്നു. സിംഹത്തിന് സന്തോഷം സഹിക്കാൻ വയ്യണ്ടേ. സിംഹം എലിക്കുട്ടൻ്റെ അടുത്ത് കെട്ടിപ്പിടിച്ച് ഉമ്മച്ച് രണ്ടുപേരും കൈകോർത്ത് കുറച്ച് നേരം നടന്ന് പിന്നെ രണ്ടുപേരും രണ്ടു വഴിക്ക് പോയി. എന്താ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട പാഠം? ചെറിയവനായാലും വലിയവനായാലും നമുക്ക് പരസ്പരം സഹായിക്കാൻ പറ്റും എല്ലാവരും. ഇപ്പം നിങ്ങൾ കുട്ടികളാണ്, ഞങ്ങൾക്ക് പറ്റില്ല, അതൊക്കെ വലിയവർക്ക് പറ്റുന്ന കാര്യമാണ് സഹായിക്കലെന്ന് വിചാരിച്ചാൽ. ചെറിയ കുട്ടികൾക്ക് പറ്റുന്ന കുഞ്ഞിനെല്ല് ചെയ്ത പോലത്തെ കാര്യങ്ങൾ നമുക്ക് പറ്റും. അപ്പം നമ്മളെപ്പോഴും മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തണം. അപ്പം നിങ്ങളെല്ലാവരും അതുപോലെ സന്തോഷം കണ്ടെത്തില്ലേ? മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുന്ന സന്ദർഭങ്ങൾ ഉപയോഗിക്കില്ലേ? അല്ലെങ്കിൽ അവൻ്റെ കാര്യം നോക്കട്ടെ, എനിക്കിപ്പോൾ പറ്റില്ല എന്നങ്ങനെ വിചാരിക്കോ? പാടില്ല. നിങ്ങൾ മറ്റുള്ളവരെ സഹായിച്ചാലാണ് മറ്റുള്ളവർക്ക് നമ്മളെയും സഹായിക്കാൻ തോന്നുള്ളൂ. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ സഹായിച്ച് പഠിക്കണം. ഓക്കെ? അപ്പോൾ ഈ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇനി അടുത്ത കഥ പറയും. ഓക്കേ.